ഹലോ ഓൾ, നമ്മളിന്ന് ഡിഫറൻസിയേഷൻ്റെ കുറച്ച് ടോപ്പിക്സാണ് പറയാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ഡിഫറൻസിയേഷൻ എന്ന് പറയുമ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ആണ്. പിന്നെ അത് വെച്ചിട്ട് നമ്മൾ ഡെറിവേറ്റീവ്സ് ഫൈൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഫോർമുലാസൊക്കെ നോക്കി, കുറച്ച് റൂൾസ്, പ്രൊഡക്റ്റ് റൂൾ, സം റൂൾ, ക്വോഷ്യൻ റൂൾ ഒക്കെ ചെയ്തു. ഇനി നമ്മൾ ടു ദ സിലബസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ, ബേസിക്സ് ഓഫ് ഡിഫറൻസിയേഷൻ ആണ് നമ്മുടെ സിലബസിലെ ഫസ്റ്റ് ടോപ്പിക്. അപ്പോൾ ബേസിക്സ് ഓഫ് ഡിഫറൻസിയേഷനിൽ ഡിറൈവബിലിറ്റി അല്ലെങ്കിൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. എന്താണ് ഡിറൈവബിലിറ്റി അല്ലെങ്കിൽ ഡെറിവേറ്റീവ്? നമ്മളൊരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് കൺസിഡർ ചെയ്യാം. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, അതെന്ത് വേണമെങ്കിലും ആവാം. എക്സ് സ്ക്വയർ ആവാം, സൈൻ എക്സ് ആവാം, കോസ് എക്സ് ആവാം, സൈൻ ക്യൂബ് എക്സ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, ഇനി ഇൻ്റർവെൽ എ ബി, എൻ്റെ ഇൻ്റർവെൽ എ ബി ആണെന്ന് വിചാരിക്കുക. ഇനി ഈ സി എന്ന് പറയുന്ന ഒരു വാല്യൂ നമ്മൾ എടുക്കുക. സി എന്ന് പറയുന്നത് എ ആൻഡ് ബിൻ്റെ നടുക്കുള്ള ഒരു വാല്യൂ ആണ്. ഇപ്പം നമ്മളിപ്പോൾ രണ്ട് പോയിന്റ്സ് എ ബി എടുക്കുകയാണെങ്കിൽ സി എന്ന് പറയുന്നത് ഒരു പോയിന്റാണ്. ഓക്കെ, ഇനി സി എന്ന് പറയുന്ന ഒരു പോയിന്റിൻ്റെ ഫംഗ്ഷൻ അപ്പം എന്താ വരിക? എഫ് ഓഫ് എക്സിൽ എന്താണ് ഫംഗ്ഷൻ വരിക? എഫ് ഓഫ് സി ആണ്. ഇനി വേറൊരു പോയിന്റ് കൺസിഡർ ചെയ്യുക. ഈ ഒരു ഡിസ്റ്റൻസ് എച്ച് ആക്കിയെടുത്താൽ ഈ പോയിന്റ് എന്തായിരിക്കും? സി പ്ലസ് എച്ച് ആയിരിക്കും. അപ്പോൾ ആ പോയിന്റിലുള്ള എഫ് ഓഫ് എക്സ് ഫംഗ്ഷൻ എന്തായിരിക്കും? എഫ് ഓഫ് സി പ്ലസ് എച്ച് ആയിരിക്കും. ഇപ്പോൾ രണ്ട് പോയിന്റ് നമുക്ക് ഉണ്ട്. എഫ് ഓഫ് സി പ്ലസ് എച്ച് ഉണ്ട്, എഫ് ഓഫ് സി ഉണ്ട്. അതിലുള്ള ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? എഫ് ഓഫ് സി പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് സി അല്ലേ? ചേഞ്ച് ഇൻ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എഫ് ഓഫ് സി എന്ന് പറയുന്നത് എഫ് ഓഫ് സി പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് സി ആണ് വരിക. ഇനി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ ഡിവൈഡഡ് ബൈ ആ ഒരു ചേഞ്ചും കൂടി വരും. അപ്പോൾ ചേഞ്ച് ഇൻ ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എഫ് ഓഫ് സി എന്ന് പറയുന്നത് എഫ് ഓഫ് സി പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് സിയും, അതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത് ഒരു റേഷ്യോ ആണ്. അത് എഫ് ഓഫ് സി പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് സി ബൈ എച്ച് എന്നാണ് വരിക. ഇനി ദിസ് റേഷ്യോ ടെൻസ് ടു എ ലിമിറ്റ് ആസ് എച്ച് ടെൻസ് ടു 0. ഈ എച്ച് എന്ന് പറയുന്ന ഒരു വാല്യൂ സീറോയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ ഒരു ലിമിറ്റ് ഉണ്ടാവും. ഓക്കെ, ഇഫ് അറ്റ് ഓൾ അങ്ങനെ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ലിമിറ്റിന് പേര് പറയുന്നതാണ് ഡെറിവേറ്റീവ് അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ കോഎഫിഷ്യന്റ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്. ഓക്കെ, എച്ച് എന്ന് പറയുന്നത് സീറോയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ, ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ലിമിറ്റിന് പറയുന്ന പേരാണ് ഡെറിവേറ്റീവ് അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ കോഎഫിഷ്യന്റ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു സി. ഇത് ചേഞ്ച് ഇൻ സി ആണ്, ചേഞ്ച് ഇൻ ഫംഗ്ഷൻ എഫ് ഓഫ് സി ആണ് ഇത് വന്നത്. റേറ്റ് ഓഫ് ചേഞ്ച് ആണ് ഡിവൈഡഡ് ബൈ എച്ച്. ലിമിറ്റ് നോക്കിയപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് ആണ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. പിന്നെ ആ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ലിമിറ്റിന്റെ പേര് പറയുന്നതാണ് ഡെറിവേറ്റീവ് അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ കോഎഫിഷ്യന്റ് ഓഫ് എഫ് ഓഫ് എക്സ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു സി. ഇനി ഇതാണ് നമ്മൾ ഡെറിവേറ്റീവ് അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കുന്നതിന്റെ ബേസിസ് എന്ന് പറയുന്നത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇപ്പം എന്താ പറയുക, എക്സ് സ്ക്വയർ എന്ന് പറയുന്നതിന്റെ ഡിഫറൻഷ്യൽ 2x ആണെങ്കിൽ എക്സ് ക്യൂബ് എന്ന് പറയുന്നത് 3x² ആണ്. അതൊക്കെ നമ്മൾ പറയുന്നത് ഈ ഒരു ഫോർമുല വെച്ചിട്ടാണ്. അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ, നമ്മൾ ഫംഗ്ഷൻ എക്സ് സ്ക്വയർ ആണ്, എക്സ് ഇസ് ഈക്വൽ ടു 1. ഇവിടെ നമുക്ക് ഈ ഫംഗ്ഷന് ഒരു ലിമിറ്റ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഉണ്ട്? എക്സ് ഇസ് ഈക്വൽ ടു സി ആണെങ്കിൽ നമ്മൾ ഫോർമുല പഠിച്ചു, ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് സി പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് സി ബൈ എച്ച് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പഠിച്ചു. ഇനി എഫ് ഓഫ് ഇവിടെ സി എന്ന് പറയുന്നതിന്റെ വാല്യൂ എന്താ? 1. ഇവിടെ സി ഇസ് ഈക്വൽ ടു 1. അപ്പോൾ എഫ് ഓഫ് സി പ്ലസ് എച്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? എഫ് ഓഫ് 1 പ്ലസ് എച്ച്. എഫ് ഓഫ് 1 പ്ലസ് എച്ച് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ എഫ് ഓഫ് 1 പ്ലസ് എച്ച് എന്താ? 1 പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ. അതായത്
എക്സ് വരുന്നിടത്തൊക്കെ നമ്മൾ 1 പ്ലസ് എച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പം 1 പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 1 പ്ലസ് 2h പ്ലസ് എച്ച് സ്ക്വയർ ആണ്. ഇനി എഫ് ഓഫ് 1 എന്താ? എഫ് ഓഫ് സി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് 1 എന്ന് പറയുന്നത് എന്താണ്? 1 സ്ക്വയർ. ഓക്കെ, അപ്പം നമുക്ക് ലിമിറ്റ് എന്താ കിട്ടുക? എഫ് ഓഫ് സി പ്ലസ് എച്ച് എന്ന് പറയുന്നത് 1 പ്ലസ് 2h പ്ലസ് എച്ച് സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ h. ലിമിറ്റ് h ടെൻസ് ടു 0. ഓക്കെ, അപ്പം എന്താ കിട്ടുക? ഇവിടെ 1 ക്യാൻസൽ ആയി. h ഇൻറ്റു 2h 2 പ്ലസ് h ഡിവൈഡഡ് ബൈ h. ലിമിറ്റ് h ടെൻസ് ടു 0. h ടെൻസ് ടു 0 എന്ന് പറയുമ്പോൾ നമ്മൾ യൂഷ്വലി നമുക്ക് 2 പ്ലസ് എച്ച് ആണ് കിട്ടിയത്. അപ്പോൾ ലിമിറ്റ് h ടെൻസ് ടു 0 2 പ്ലസ് എച്ച് എന്ന് പറയുമ്പം h നമ്മൾ യൂഷ്വലി 0 ആയിട്ടാണ് എടുക്കുക. 0 അല്ല, പക്ഷെ അത് വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ളൊരു വാല്യൂ ആയതുകൊണ്ട് നമ്മൾ 0 എന്നാണ് എടുക്കുക. അപ്പം നമ്മുടെ ആൻസർ എന്താ? 2 ആണ്. ഓക്കെ, അപ്പം നമുക്കത് കറക്റ്റ് ആണോ എന്ന് നോക്കാം. നമുക്കറിയാം എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ എന്ന് പറയുന്നതിൻ്റെ ഫോർമുല എന്താ? എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1. അപ്പം ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താ? 2x ആണ്. എക്സ് ഇസ് ഈക്വൽ ടു 1 ആണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 2 ഇൻറ്റു 1 2 എന്ന് നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിസ്, എല്ലാത്തിൻ്റെയും ബേസിസ് ആയിട്ട് വരുന്നത്. നമ്മൾ ഈ ഒരു ഫോർമുല വെച്ചിട്ടാണ് പിന്നെ എല്ലാത്തിൻ്റെയും ഫൈൻഡ് ചെയ്യുന്നത്. എല്ലാത്തിൻ്റെയും എന്ന് വെച്ചാൽ നമുക്ക് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ, ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ ഒക്കെ പ്രൂഫ് പഠിക്കാനുണ്ട്. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ ചെയ്യാം. നമുക്ക് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സൈൻ 1/x എന്ന് തന്നിട്ടുണ്ട്. എക്സ് സൈൻ 1/x ആൻഡ് എഫ് ഓഫ് 0 ഇസ് ഈക്വൽ ടു 0 എന്നും തന്നിട്ടുണ്ട്. നൗ ഇതിന് ഡിഫറൻഷ്യൽ കോഎഫിഷ്യന്റ് ഇല്ല എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. Prove that f of x has no differential coefficient at x is equal to 0. I'll be giving the notes. അപ്പോൾ നിങ്ങളിത് വീഡിയോ ശ്രദ്ധിച്ച് കാണാം. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ എന്താ വരിക? നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സൈൻ എക്സ് ആണ്. അപ്പോൾ എഫ് ഓഫ് എന്താ വരിക? അറ്റ് 0 ആണ്. അറ്റ് 0 ആണ് പറയുന്നത്. എക്സ് ഇസ് ഈക്വൽ ടു 0. ഓക്കെ, എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ സീൻ്റെ വാല്യൂ എന്താണ്? 0 ആണ്. സീൻ്റെ വാല്യൂ 0 എന്ന് പറയുമ്പോൾ എഫ് ഓഫ് സി പ്ലസ് എച്ച് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് 0 പ്ലസ് എച്ച് എന്ന് പറയുന്നത് എന്താ? എഫ് ഓഫ് എച്ച് എന്താ വരിക? എച്ച് സൈൻ 1/h അല്ലേ? എക്സിന് പകരം എച്ച് വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇനി എഫ് ഓഫ് സി എന്ന് പറയുന്നത് എന്താ? എഫ് ഓഫ് 0 എന്ന് പറയുന്നത് 0 ആണെന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ലിമിറ്റ് h ടെൻസ് ടു 0 എഫ് ഓഫ് സി പ്ലസ് എച്ച് എന്ന് പറയുന്നത് എന്താ? എച്ച് സൈൻ 1/h മൈനസ് 0 ഡിവൈഡഡ് ബൈ h. അപ്പം നമുക്ക് സൈൻ 1/h കിട്ടും. ലിമിറ്റ് h ടെൻസ് ടു 0 സൈൻ 1/h. 1/0 എന്താ? നോട്ട് ഡിഫൈൻഡ് ആണ്. ഇപ്പോൾ സൈൻ 1/0 നോട്ട് ഡിഫൈൻഡ്. ദാറ്റ് മീൻസ് ദർ ഇസ് നോ ഡെറിവേറ്റീവ് ഓർ ഡിഫറൻഷ്യൽ കോഎഫിഷ്യന്റ് existing for that function. ഇനി ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ഞാൻ തരാം. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, പ്ലീസ് ടേക്ക് ഡൗൺ ദ ക്വസ്റ്റ്യൻ. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x സ്ക്വയർ പ്ലസ് 3x മൈനസ് 4 x ഇസ് ഈക്വൽ ടു 5/2. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ഹോംവർക്ക് എന്ന് പറയുന്നത്. ചെയ്യുക, വിത്ത് സ്റ്റെപ്സ് കാണിക്കണം. ഓക്കെ, അപ്പോൾ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കുക. അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 5/2 ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. ഇനി വേറൊരു കോമൺ എക്സാമ്പിൾ നമുക്ക് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് എന്ത്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് എക്സ് എടുത്തിട്ട് അതിൻ്റെ ഡിഫറൻഷ്യൽ കോഎഫിഷ്യന്റ് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതിന് നമ്മൾ പിന്നെ വാല്യൂ ഒന്നും കൊടുത്തിട്ടില്ല. നമുക്ക് ജസ്റ്റ് സീൻ്റെ വാല്യൂ കൊടുക്കാതെ തന്നെ നമുക്ക് ചെയ്തു നോക്കാം. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് റൂട്ട് എക്സ് ആണ്. എഫ് ഓഫ് എക്സ് പ്ലസ്
എക്സ് പ്ലസ് എച്ച് എന്ന് പറയുന്നത് എന്താ? എക്സ് പ്ലസ് എച്ച് ഹോൾ റൂട്ട് അല്ലേ? എക്സ് പ്ലസ് എച്ചിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എന്ന ഫംഗ്ഷൻ്റെ പിന്നെ എക്സ് പ്ലസ് എച്ചിൻ്റെ ഫംഗ്ഷൻ എന്താ വരിക? റൂട്ട് ഓഫ് എക്സ് പ്ലസ് എച്ച് ആണ് വരിക. അപ്പോൾ പിന്നെ നമ്മുടെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ എന്ത് വരും? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ്. ഇവിടെ എഫ് ഓഫ് സിക്ക് പകരം നമ്മൾ എഫ് ഓഫ് സി പ്ലസ് എച്ചും എഫ് ഓഫ് സിയും എടുത്തു, ഡിവൈഡഡ് ബൈ എച്ച്. ഓക്കെ, ഇനി അതെന്താ വരിക? എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്താണ്? റൂട്ട് ഓഫ് എക്സ് പ്ലസ് എച്ച്. ലിമിറ്റ് എഴുതാൻ മറക്കരുത് കേട്ടോ, ലിമിറ്റ് എല്ലാത്തിലും എഴുതണം. മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താ? റൂട്ട് എക്സ് ഡിവൈഡഡ് ബൈ എച്ച്. ഇതിനെ എങ്ങനെയാണ് നമ്മൾ റാഷണലൈസ് ചെയ്യുക? ഡിനോമിനേറ്റർ നമുക്കിത് റൂട്ട് കളയാൻ വേണ്ടിയിട്ട് ഇൻ ടു റൂട്ട് എക്സ് പ്ലസ് എച്ച് പ്ലസ് റൂട്ട് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് പ്ലസ് എച്ച് പ്ലസ് റൂട്ട് ഓഫ് എക്സ്. ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും സെയിം ടേം വെച്ചിട്ട് റാഷണലൈസ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ഇവിടെ എന്താ വരിക? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എക്സ് പ്ലസ് എച്ച് മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച് ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് പ്ലസ് എച്ച് പ്ലസ് റൂട്ട് ഓഫ് എക്സ്. ഇവിടെ എക്സ് എക്സ് ക്യാൻസൽ ആവും, എച്ചും എച്ചും ക്യാൻസൽ ആവും, എച്ച് ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് പ്ലസ് എച്ച് പ്ലസ് റൂട്ട് എക്സ് വരും. അപ്പം നമുക്ക് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 1 ബൈ റൂട്ട് ഓഫ് എക്സ് പ്ലസ് എച്ച് പ്ലസ് റൂട്ട് എക്സ്. ഇവിടെ എച്ച് ടെൻസ് ടു 0 വരുമ്പം എച്ചിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പം നമുക്ക് എന്ത് കിട്ടും? 1 ബൈ റൂട്ട് എക്സ് പ്ലസ് റൂട്ട് എക്സ് എന്ന് പറയുന്നത് 1 ബൈ 2 റൂട്ട് എക്സ് ആയിരിക്കും. റൂട്ട് എക്സിൻ്റെ ഡിഫറൻഷ്യൽ എന്താണ്? 1 ബൈ 2 റൂട്ട് എക്സ് ആണ്. ഇങ്ങനെയാണ് നമ്മൾ ഓരോന്നും കണ്ടുപിടിക്കുന്നത്. ഓക്കെ, നമ്മളിനി പറയാൻ പോകുന്നത് ഒരു നൊട്ടേഷനാണ്. നമ്മൾ ഇതുവരെ ഡെറിവേറ്റീവിന് നമ്മൾ വൈ എന്ന് പറഞ്ഞു, കുറച്ച് പിന്നെ ലിമിറ്റ് എക്സ് പ്ലസ് എച്ച് എന്ന് പറഞ്ഞിട്ട് എച്ച് ആണ് നമ്മളൊരു എന്താ പറയുക ചേഞ്ച് ഇൻ വാല്യൂ ആയിട്ട് കൊടുത്തത്. നമുക്ക് പിന്നെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ് ആൻഡ് വൈ ആർ ഡിനോട്ടഡ് ബൈ കോമ്പോസിറ്റ് സിമ്പിൾസ് ഡെൽറ്റ എക്സ് ആൻഡ് ഡെൽറ്റ വൈ. ഇങ്ങനെ പറയുന്ന രണ്ട് സിമ്പിൾസ് വെച്ചിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ചേഞ്ച് എന്ന് പറയുന്നത് ഡെൽറ്റ വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ്. ഓക്കെ, നമ്മൾ എക്സ് പ്ലസ് എച്ചിന് പകരം ഡെൽറ്റ എക്സ് കൊടുത്തു. പിന്നെ എക്സിൽ വരുന്ന ചേഞ്ച് ആണ് അല്ലേ എച്ച് എന്ന് പറയുന്നത്. ഹോൾ ഫംഗ്ഷനത് നമ്മൾ ഡെൽറ്റ വൈ കൊടുത്തു. ഇനി ഇത് കൂടാണ്ട് നമുക്കൊരു റെപ്രസെൻറ്റേഷൻ ഡി വൈ ബൈ ഡി എക്സ് ആണ്. ഡി വൈ ബൈ ഡി എക്സ് എന്തായിരിക്കും? അപ്പോൾ ലിമിറ്റ് എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് ടെൻസ് ടു 0. സെയിം തന്നെ നമ്മൾ എച്ചിന് പകരം എന്ത് കൊടുത്തു? ഡെൽറ്റ എക്സ് കൊടുത്തിട്ട് അത് ടെൻസ് ടു 0 എന്ന് മാത്രം കൊടുത്തു. ചില പ്രോബ്ലത്തിൽ അങ്ങനെ കൊടുക്കുന്നതുകൊണ്ടാണ് ഇവിടെ മുന്നേ നമ്മൾ പറഞ്ഞത്. ഇനി ഒരു ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെറിവേറ്റീവ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ഓഫ് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. ഇത് നിങ്ങളുടെ സിലബസിലുള്ള ടോപ്പിക്കാണ്, ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ y ഈസ് ഈക്വൽ ടു സി എന്ന് പറഞ്ഞെടുത്തു. സി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് തിയറി ആയിട്ട് പറയാനുള്ളത്, അത് നമ്മളൊരു പിന്നെ എന്താ പറയുക പ്രൂഫ് പോലെ പറയുന്നതിനേക്കാളും നമുക്കത് ലോജിക്ക് വെച്ച് പറയാനുള്ളതാണ്. ടു എവറി വാല്യൂ ഓഫ് എക്സ് കറസ്പോണ്ട്സ് ദ സെയിം വാല്യൂ ഓഫ് വൈ. അതായത് എക്സിന്റെ മുകളിൽ ഡിപ്പെൻഡന്റ് അല്ല വൈ, കാരണം വൈ കോൺസ്റ്റന്റ് ആണ്. നമ്മൾ എക്സിന് എന്ത് വാല്യൂ കൊടുത്താലും വൈൻ്റെ വാല്യൂ സെയിം ആയിരിക്കും. അപ്പോൾ വൈൻ്റെ വാല്യൂ സെയിം ആണെന്ന് പറഞ്ഞാൽ എന്താ? വൈക്ക് ഒരു ഇൻക്രിമെന്റ് ഉണ്ടാവുന്നില്ല. വൈൻ്റെ ഇൻക്രിമെന്റ് റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഡെൽറ്റ വൈ. അപ്പൊ ഡെൽറ്റ വൈ എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിനൊരു ചേഞ്ച് ഇല്ല. സോ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നതും 0 ആയിരിക്കും. കറസ്പോണ്ടിങ് ടു ഡെൽറ്റ വൈ ഡെൽറ്റ എക്സിനും ചേഞ്ച് ഉണ്ടാവില്ല. സോ വി ക്യാൻ റെപ്രസെന്റ് ഇറ്റ് ആസ് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു 0 ബൈ ഡെൽറ്റ എക്സ്, ദാറ്റ് ഇസ് 0. ഇനി നമ്മളിപ്പോ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ആയിട്ട് നോക്കുകയാണെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എനിത്തിങ് വിച്ച് ഡസ് നോട്ട് ചേഞ്ച് ഇസ് 0. അതായത്
ഒരു ചേഞ്ച് ചെയ്യാത്തൊരു സാധനം, അതിൻ്റെ ചേഞ്ച് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും? ഇല്ല, ഇറ്റ് ഇസ് സീറോ, ഒന്നുമില്ല. സോ നമ്മൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എനിത്തിങ് വിച്ച് ഡസ് നോട്ട് ചേഞ്ച് ഇസ് സീറോ ഇറ്റ്സെൽഫ്. ഓക്കെ, അപ്പം അത്രയാണ് ഉള്ളത്.